എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിനകത്ത് ഞാൻ PSG എന്ന് പറയുന്ന ടീമിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് PSG ഫൈനലിലെങ്കിലും എത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കിയവരോടുള്ള ഒരു റിപ്ലൈ ആണ്. സോ അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് നമ്മുടെ PSG കോച്ച് പറഞ്ഞത് തന്നെയാണ് ഫാമേഴ്സ് ലീഗ് അല്ലേ അടിച്ചിരിക്കുന്ന ആരെയൊക്കെയാണെന്നൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അതായത് 3 ഇംഗ്ലണ്ട് ടീമുകളെയും അതുപോലെ തന്നെ ആ ഒരു വരവ് PSG വരവുണ്ട്, അതൊരു ഗംഭീര വരവ് തന്നെയാണെന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം കേട്ടോ. ഈ ഒരുപാട് സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. മെസ്സി ഉണ്ടായിരുന്നു, നെയ്മർ ഉണ്ടായിരുന്നു, എംബാപ്പെ ഉണ്ടായിരുന്നു. PSG ഒന്നും പറ്റിയില്ല. ഇപ്പോൾ ഫൈനലിലെത്തി, എന്തൊക്കെയോ പറ്റി എന്നുള്ളതല്ല, പക്ഷേ ഒരു സൂപ്പർ സ്റ്റാറുകളും ഇല്ലാതെ, അല്ലെങ്കിൽ മറ്റേ സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ല, പക്ഷെ അവരുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്. എന്താണ്? ഒരു ടീം സ്പിരിറ്റിൽ കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ഇനി ഈ വരുന്ന ഫൈനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രാൻസിൽ നിന്നും ഒരു ടീം ഫൈനലിൽ എത്തുന്നതല്ല, ഫൈനൽ അടിച്ചിട്ട് ഏകദേശം 32 വർഷമായി എന്നുള്ളതാണ്. ഇനി ഇറ്റലി, ഇന്റർ മിലാൻ തന്നെയാണ് 2010 അവസാനമായിട്ട് ട്രോഫി തൂക്കിയിട്ടുള്ളത്. ആൻഡ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 വർഷം. അപ്പോൾ ഇരു ടീമുകളും ഡിസേർവിങ് ആണോ എന്നൊരു ചോദ്യത്തിന് ഒരു അർത്ഥവും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ടു ബി ഓണസ്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ ദിസ് ഫൈനൽ ഈസ് ഗോയിങ് ടു ബി എ ബാങ്ങർ. ആൻഡ് ഒരുപാട് പേര് ഇതിനെ കളിയാക്കിയൊക്കെ പോസ്റ്റുകൾ ഇടുന്നത് കാണാം. അതായത് ഇരു ടീമുകളും നമ്മളെ സഹായിച്ചു, ഈ ചാമ്പ്യൻസ് ലീഗ് വലിയ സൗണ്ട് പൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഐ ഫീൽ ദിസ് ഈസ് എ ബ്യൂട്ടി ഓഫ് ഫുട്ബോൾ. ഇപ്പോഴാണ് അതിനൊരു രസം വരുന്നത്. കാരണം കാത്തിരുന്ന് ഇരു ടീമുകൾക്കും ഒരു വലിയ സംഭവം ഉണ്ടാവാനായിട്ട് പോവാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.